പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന വ്യാജ സന്ദേശം അയച്ച യുവാവ് പിടിയിലായി. മദ്യലഹരിയിലായിരുന്നു യുവാവിന്റെ ഫോൺ കോൾ. AV ജയശങ്കർ ഉണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ബോംബ് വെച്ചൊന്നൊരു ഭീഷണി പോലീസിന് ലഭിക്കുന്നത്. ഈ ഭീഷണിയിൽ പോലീസ് കൃത്യമായി ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ പരിശോധന നടത്തി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു വ്യാജ ബോംബ് ഭീഷണിയാണെന്ന് പോലീസ് കണ്ടെത്തിയത്. ആ സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഒരു 28-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് ഇങ്ങനെ പോലീസിൻ്റെ കൺട്രോൾ റൂമിൽ വിളിച്ചുകൊണ്ട് പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം അയക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കടുത്ത പ്രണയ നൈരാശ്യത്തിൽ മദ്യപിച്ച ശേഷമാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയെന്നാണ്. എന്തായാലും ഇയാളെ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കൺട്രോൾ റൂമിലേക്ക് വിളി വന്നതിന് പിന്നാലെ പോലീസ് വ്യാപകമായി ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും കാര്യമെന്താണെന്ന കാര്യം പോലീസ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നെന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നു. 28-കാരനെതിരെയാണ് ഈ ഒരു കേസ്. 28-കാരനെ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആ ഘട്ടത്തിലാണ് പ്രണയ നൈരാശ്യം മൂലം മദ്യപിച്ചാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വ്യാജ ബോംബ് ഭീഷണിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മദ്യലഹരിയിലായിരുന്നു ഇത്തരത്തിൽ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ബോംബ് ഭീഷണി എന്ന 28-കാരൻ്റെ സന്ദേശം പോലീസ് കൺട്രോൾ റൂമിലേക്ക് എത്തിയത്. ഉന്മേഷ്, AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.